ശ്രീ സെന്തിൽനാഥൻ 1998 വിജയ് മല്യ സന്നിധാനത്ത് സ്വർണം പൂശുന്ന ആ സമയത്ത് താങ്കളുടെ റോൾ എന്തായിരുന്നു? ഹലോ, യെസ്. ഞാനവിടെ വന്നിട്ട് ആക്ച്വലി JNR ജ്വല്ലറി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ വർക്ക് ആക്ച്വലി കോൺട്രാക്ട് ഏറ്റെടുക്കുന്നത്. അവർ പണി പൂർത്തിയാക്കിയതിന് ശേഷം ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴേക്കും ശ്രീകോവിലിൻ്റെ കൂരയിൽ വന്നിട്ട് ഒരു ചോർച്ച കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാരെ അന്വേഷിച്ചപ്പോഴേക്കും എൻ്റെ പേര് അവിടെ റെക്കമെൻഡ് ചെയ്യപ്പെട്ടു ത്രൂ ദി മാക്ഡവൽ മാനേജർ. അങ്ങനെ എന്നെ അവിടെ വിളിച്ചു വരുത്തി ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം അത് റെക്ടിഫൈ ചെയ്യാൻ ചോദിച്ചു. ഞാൻ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് അത് കംപ്ലീറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഒരു വുഡൻ പാളിയിലൊരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫായിട്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ ആക്ച്വലി ആ കുംഭാഭിഷേകത്തിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷവാനായിട്ട് പുള്ളി പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്, അടുത്ത പ്രോജക്റ്റ്സ് നമുക്ക് തരാമെന്നുള്ളൊരു വാഗ്ദാനത്തോട് കൂടിയിട്ടും അറ്റ് ദ സെയിം ടൈം പുള്ളി ചോദിച്ചായിരുന്നു ഇനി ഫർദറായിട്ട് കോംപ്ലിക്കേഷൻസ് ഇതുപോലെ പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട്, നമുക്കറിയാവുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് എന്തെങ്കിലും തയ്യാറാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടായിരുന്നു ഫോർ ദ പർപ്പസ് ഓഫ് കമ്പനീസ് റെക്കോർഡ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ വന്നിട്ട് അവിടെയുള്ള കോൺട്രാക്ടറായിട്ട് സംസാരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, എല്ലാം പ്രോപ്പറായിട്ടാണോ, പ്രോപ്പർ റെക്കോർഡിങ്ങിട്ടാണോ എന്ന് വെച്ചാൽ അവരോട്, ആ കോൺട്രാക്ടേഴ്സിനോടും അവിടെ ഇരുന്ന സൂപ്പർവൈസറോടും ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് എൻ്റെയും കൂടി അനുഭവം അതിൽ കലർത്തിക്കൊണ്ട് അത് രണ്ടും അനുയോജ്യമാക്കിയിട്ട് അവർ നല്ല രീതിയിൽ ചെയ്യിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് 35 to 40 years ഉണ്ടാകും, ഓർ ഈവൻ അപ് ടു 50 years. കാരണം സൺലൈറ്റിലെല്ലാം എക്സ്പോസ്ഡാണ്, നമുക്കൊരു കോട്ടിങ്ങും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ആ ലൈഫ് സ്പാൻ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു ഗഹനമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ ഡോക്ടർ വിജയമല്ലയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ദ്വാരപാലകരും കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആ ദ്വാരപാലകൻ്റെ വന്നിട്ട് പ്രത്യേകിച്ചൊരു എൻ്റെ ഒരു നിഗമനത്തിൽ നോക്കുമ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര ഗോൾഡ് യൂസ് ചെയ്യുമ്പോൾ ഇത്ര വെയിറ്റ് വരണം എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ പറഞ്ഞത്. റഫ്ലി ഒരു 2.5 kilos വെച്ചുകൊണ്ട് ഓരോ ശില്പത്തിലും വന്ന് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾക്കുമായി 5 കിലോയുടെ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതുകൂടാതെ ബാക്കി ഭാരം എന്ന് പറയുന്നത് ആ ഒരു ചെമ്പിന്റെ ഭാരമാണ്. അപ്പോൾ ചെമ്പിന്റെ ഭാരം കൂടാതെ 5 കിലോ സ്വർണം കൂടി, അങ്ങനെ വരുമ്പോൾ രണ്ട് ദ്വാരപാലകർക്കുമായിട്ട് ഏകദേശം 25 കിലോ ഇല്ലേ? അല്ല, അതല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ രണ്ട് ദ്വാരപാലകർ ചെമ്പ് ഉൾപ്പെടെ ഉള്ള വെയിറ്റാണ് നിങ്ങൾ പറഞ്ഞ 25 കിലോ എന്ന് പറഞ്ഞത്, ആയിരിക്കാം. പക്ഷെ ഗോൾഡ് മാത്രം 5 kilos അതിൻ്റെ അകത്തുണ്ട്. അവിടെ ചെമ്പിൻ്റെ പോർഷൻ ഒന്നുമില്ല, എവ്രിതിങ് കവേർഡ് വിത്ത് ഗോൾഡാണ്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ദ്വാരപാലകർ ഗോൾഡ് വെച്ച് പൂശി ഗോൾഡ് പ്ലേറ്റഡ്, അതായത് ചെമ്പ് സ്വർണ്ണപ്പാളികളായിട്ട് ഏകദേശം 14 രണ്ടും കൂടെ സ്വർണ്ണപ്പാളികൾ അതിൽ ലയിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതെ, അത് കൂടുതൽ ആ സ്ഥലത്ത് ദ്വാരപാലകർ ഫ്രീക്വൻ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവർ കൂടുതൽ ലെയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് ശേഷം തിരുപ്പതി ചെയ്തിട്ടുണ്ട്. ആ തിരുപ്പതിയിൽ ഇതേ സെയിം പ്രോബ്ലം വരുന്നത് കൊണ്ട് നമുക്കവിടെ ലെയേഴ്സ് കൂടുതലായിട്ട് ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ് ടു 32 ലെയേഴ്സ് വരെയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 കിലോ സ്വർണം എന്ന് പറയുമ്പോൾ അത് ഭീകരമാണ്. കാരണം ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ അത് 625 പവനാണ് 5 കിലോ സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണത്. അപ്പോൾ ഇത് പക്ഷേ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇതാകെ ആ ദ്വാരപാലക ശില്പങ്ങളുടെ ആകെ ഭാരം എന്ന രീതിയിൽ ഈ പറയുന്ന 25 കിലോ. ഇപ്പോൾ കോടതിയിൽ വന്നപ്പോഴും ദ്വാരപാലക ശില്പങ്ങളുടെ ഭാരം 25 കിലോ, പിന്നെ പീഠങ്ങളുടെ ഭാരം 17 കിലോ, അങ്ങനെ ആകെ 42 പോയിന്റ് സംതിങ് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. അത് പിന്നെ 38 കുറഞ്ഞു 2019 അപ്പോൾ ഈ 25 കിലോയിൽ 5 കിലോയും സ്വർണം എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതെ, അന്നത്തെ കോൺട്രാക്ടേഴ്സ് വന്നിട്ട് അത് കംപ്ലീറ്റ് രേഖപ്പെടുത്തി അവരെ കൊടുത്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടെ റെക്കോർഡിൽ അത് കാണണം. പിന്നെ
ഇവർ പറയുന്നത് പോലെ ഇപ്പോൾ ഈ സൈഡിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് അവർക്ക് കിട്ടിയത് ചെമ്പ് പാളി എന്നുള്ളതാണ്. അങ്ങനെ 100% കോപ്പർ പോകാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഈ 30 വർഷക്കാലത്തെ പഴക്കത്തിൽ എനിക്കില്ല. അത് എവിടെ തെറ്റുപറ്റി എന്നുള്ളത് സത്യത്തിൽ ഞാൻ പറയാനതിൻ്റെ കാര്യമില്ല. കാരണം കൊടുത്തുവിട്ട റെക്കോർഡ്സിൽ വന്നിട്ട് ഏത് തരത്തിൽ എന്ത് സാധനമാണ് കൊടുത്തു വിടേണ്ടതെന്ന് റെക്കോർഡ് ചെയ്യേണ്ടത് ബാധ്യത ദേവസ്വം ബോർഡ് ഓഫീസർക്കാണ്. അതേപോലെ തന്നെ കൈപ്പറ്റുമ്പോൾ മഹസർ പ്രകാരം കൊടുത്തുവിടുന്നത് ചെമ്പുപാളികളാണ്, സ്വർണ്ണപ്പാളികളല്ല. അതായത് 1998 താങ്കൾ സൂചിപ്പിച്ച 2 ദ്വാരപാലക ശില്പങ്ങളുടെ ആഭരണങ്ങളുമായി ഉണ്ടായിരുന്ന 5 കിലോയുടെ സ്ഥാനത്ത് ഇവിടെ ചെമ്പുപാളികൾ മാത്രമാണ്. അതായത് ഈ 25 കിലോയും ചെമ്പുപാളികളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് അവിടെ അപ്പോൾ അവിടെ അപ്രത്യക്ഷമായത് 5 കിലോയുടെ സ്വർണ്ണം അല്ലേ ആയിരിക്കാം. കാരണം നിഗമനം എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തിന്റെ കണക്കിൽ ഞാൻ പറഞ്ഞത് ചിലർ പറയുന്നത് കേട്ടു അത്ര ഒന്നും ഇല്ല. വിജയ് മല്യ അവിടെ ഈ ക്ലാഡിംഗ് ആണെങ്കിൽ പോലും സ്വർണം വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ചിലയിടത്തൊക്കെ ഏതാണ്ട് പരമാവധി വരികയാണെങ്കിൽ 200 ഗ്രാം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പലരും അവരുടെ ഒരു അനുമാനമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ താങ്കളാണ് ഇത്രയും ഏറ്റവും വലിയ കണക്ക് പറയുന്നത്. ഓരോ ശില്പത്തിലും 2.5 കിലോ വീതം ഉണ്ടായിരുന്നു, അങ്ങനെ ആകെ 5 കിലോ. താങ്കളുടെ ഒരു അനുമാനം എന്ന് പറയുമ്പോൾ അതിൽ വലിയ കുറവ് സംഭവിക്കുമോ? അല്ല, അമാൽഗമേഷൻ പ്രോസസ്സിൽ ഒരു സ്ക്വയർ ഫുട്ടിന് ഇത്ര ലേ ചെയ്യുകയാണെങ്കിൽ ഇത്ര തൂക്കം വന്നിരിക്കണം എന്നുള്ളത് തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഉണ്ട്. അത് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത്ര മൈക്രോൺ കയറുമ്പോൾ ഇത്ര വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റാണ്. അപ്പോൾ 200 ഗ്രാമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫുട്ട് മെറ്റീരിയൽ പോലും പൂശാൻ പറ്റുന്ന ഗോൾഡ് അല്ലാതെ ഒരു സ്ക്വയർ ഫുട്ട് നിങ്ങൾക്ക് മിനിമം ഒരു 10 ലെയർ 30 ലെയർ ഇട്ടാൽ തന്നെ ഒരു 105 ഗ്രാം വേണം. അപ്പോൾ മൊത്തം ഈ പറയുന്ന 20 സ്ക്വയർ ഫുട്ട് വന്നിട്ട് 200 ഗ്രാമിൽ തീർത്തെന്ന് പറയുന്നത് അതിശോക്തമാണ്. ആ സ്റ്റേറ്റ്മെന്റ് അവർക്ക് പ്രതിപാദിക്കുന്ന അത് സ്വർണം പൂശലല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ് അല്ലെ? ഗോൾഡ് ക്ലാഡിംഗ് ആണ് അല്ലെ? പാളികളായിട്ട് ക്ലാഡിംഗ്. അതെ അതെ അതെ, ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ അമാൽഗമേഷന്റെ വേറൊരു പദമാണ്. ചെമ്പ് പാളികളാണെന്ന് പറഞ്ഞ് ചെന്നൈക്ക് വിട്ടുവല്ലോ. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ ആണെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് എന്തുകൊണ്ട് അതായി മാറി എന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ ആ ചെമ്പ് എന്ന് പറഞ്ഞതിൽ സ്വർണം പൂശുകയല്ലേ ചെയ്തത്? അവിടെയാണല്ലോ ഇപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു, ആകെ ഇതുവരെ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് പരമാവധി 407 ഗ്രാം എന്നാണ് അല്ലെ? അങ്ങനെയാണ് പറയുന്നത്. അത് പൂശിയത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്, അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്, നമ്മൾ കൊടുത്തതല്ല. അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ്സാണ്, മനസ്സിലാക്കണം. നമ്മൾ ചെയ്തിരിക്കുന്ന അമാൽഗമേഷൻ പ്രോസസ്സാണ്. ഒരു ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരിക. താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം 5 കിലോ സ്വർണത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ സ്വർണ്ണപ്പാളികളിലുള്ള സ്വർണത്തിന്റെ അളവ് വെറും 407 ഗ്രാം മാത്രമാണ് അല്ലേ? അല്ല, അവർ പറയുന്നത് 407 ഗ്രാം സ്വർണ്ണമേ ഇപ്പോഴുള്ളൂ എന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് 407 ഗ്രാം. അതായത് 397 ഗ്രാം ആയിരുന്നു 2019 കൊണ്ടുവന്ന സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ മാസം അത് ഒന്നുകൂടി അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഒരു 10 ഗ്രാം സ്വർണം കൂടി കൂടുതലിട്ടു, സ്വർണം പൂശി. അങ്ങനെ വന്നപ്പോൾ 407 ഗ്രാം. 407 ഗ്രാം എവിടെ കിടക്കുന്നു? 5 കിലോ എവിടെ കിടക്കുന്നു? അതെ, ഞാനും അത് കേട്ടായിരുന്നു. പക്ഷേ ഇതിൽ സംശയം തോന്നുന്നത് ആസ് എ എന്താ പറയുക, ഒരു ന്യൂട്രൽ പേഴ്സണായിട്ട്, വിദഗ്ധൻ എന്നുള്ളത് മാറ്റി വയ്ക്കുക, ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ കൂടി ഒരു തേർഡ് പേഴ്സൺ കൂടി നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ. ആ വ്യൂ പോയിന്റിൽ ഇത് അറിയാവുന്ന ഒരു സത്യം കൂടി ആയതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഒന്നില്ലെങ്കിൽ പുതിയ സ്ട്രക്ചർ, അതായത് ആസ് എ ഹോൾ ഈ ദ്വാരപാലരെ പുതിയത് ഉണ്ടാക്കി ആ ചെമ്പ് കൊടുത്ത് വിട്ട് കാണണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഉത്തരവിട്ട് കാണണം. ഈ രണ്ടുമാണെങ്കിൽ ആ ഉത്തരവ് അവിടെ കാണണം, ശരിയല്ലേ? ഈ പുതിയത് ചെയ്യാൻ പറഞ്ഞ ആളോ ചെയ്ത് കൊടുത്തു വിട്ടാലും ഇത് ചെമ്പാണെന്നുള്ളത് ആ ഒരു രേഖ അവിടെ കാണണം. 100% ഷുവറാണത്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് നമ്പർ 1. നമ്പർ 2 എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പഴയത് അയച്ചു വെച്ച് കാണണമല്ലോ, അത് അവരുടെ സ്റ്റോറേജിൽ കാണണമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഇന്നത്തെ കോടതിയുടെ
ഒരു വിധിപ്പറിപ്പിൽ കണ്ടായിരുന്നു. അത് വിജിലൻസ് ഓഫീസറുണ്ടോ അന്വേഷിച്ചപ്പോഴേക്കും അതവിടെ ഉണ്ടായിരുന്നില്ലെന്നോ കോടതി കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ഒരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ കൂടി ഉണ്ടല്ലോ, അതെവിടെയാണ്? അത് ഈ ആഭരണങ്ങളെ കുറിച്ചാണ് കോടതി ചോദിക്കുന്നത്. അത് ഇതുവരെ കണ്ടെത്താൻ കഴിയില്ല. താങ്കൾ കൃത്യമായിട്ട് സംശയിക്കുന്നത് അങ്ങനെ ഒരു പുതിയ ചെമ്പുപാളി ഉണ്ടാക്കി അതിൽ 2019 സ്വർണം പൂശി കൊണ്ടുവന്നു. അപ്പോൾ വിജയ് മല്യ, ഇപ്പോൾ താങ്കൾ നേരത്തെ പ്രതിപാദിച്ച ആ 5 കിലോ സ്വർണം ആവരണം ചെയ്ത ആ 2 പാളികളും അതെവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കാം, കാണണമല്ലോ. അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ല. കൊണ്ടുവരിക അവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. ശരിയല്ലേ? അതായത് രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നാച്ചുറലി ആദ്യത്തെ സെറ്റ് എവിടെ പോയെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിലും എത്ര പേര് ചോദിക്കാനുണ്ട് അതിൻ്റെ പുറയിലുണ്ടാവും. എല്ലാ ഭക്തന്മാരും ചോദിക്കില്ലേ? നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദിക്കില്ലേ എവിടെ പോയെന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അതെ, ഉണ്ടെങ്കിൽ അത് പറയണം, അത് രേഖപ്പെടുത്തണം. അത് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ അതും കൂടി കണ്ടെത്തണം, അതിൻ്റെ റിപ്പോർട്ട് തരണം എന്ന് അവർ കോടതിയും കൂടി ഉന്നയിച്ചിട്ടുണ്ട്. 2018 ഒക്കെ ജീവനക്കാർ, ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അവർ റിട്ടയർ ചെയ്താണ്, അവരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് 2018 പോലും അതിൽ ഈ പറയുന്ന പോലെ അത് കോപ്പർ പ്ലേറ്റ് ആയിരുന്നില്ല, അത് സ്വർണ്ണപ്പാളികൾ തന്നെയായിരുന്നുവെന്ന്. അപ്പോൾ പൊടുന്നനെ അത് അപ്രത്യക്ഷമായിട്ട് ഈ ചെമ്പുപാളികളായി പോകുന്നു. അതല്ലേ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു എന്താണ് സാമാന്യ ബോധത്തെ പോലും ചോദ്യം ചെയ്യുന്നത്? അതെ, ഇതിനകത്ത് അതെ ടെക്നിക്കലായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ദ്വാരപാലകര് തൊട്ട് ചീത്തയാവുന്നതുകൊണ്ടാണ് കൂടുതൽ ലേയേഴ്സ് അവിടെ ഇടുന്നത്, കുറേ കാലം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തൊട്ടാൽ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിലേ നമുക്ക് തൊട്ട് പോകുകയുള്ളൂ. അപ്പോൾ ആ പോർഷനിൽ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. ഒന്നില്ല സെപ്പറേറ്റ് പീസായിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വർണ്ണം ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗുരുവായൂർ വന്നിട്ട് ഞാനിപ്പോൾ തൊഴാൻ പോയിരുന്ന സമയത്ത് സൈഡിൽ കൂടി പോകുന്നത് ഒരാൾ ഗോൾഡ് പൂശിയിട്ടുണ്ട്, അത് തൊട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള പൈസയിലെല്ലാം സ്വർണ്ണം അതേപോലെ തന്നെ ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആ ഒരു തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അപ്ലിക്കബിൾ ആണ്ടേ. ഇതേപോലെ തിരുപ്പതി ഞാൻ ചെയ്തിട്ടുണ്ട്. സരസ്വതി മണ്ഡപത്തിൽ ഞാൻ ചെയ്ത സമയത്ത് തൊട്ട് പോകുന്ന സ്ഥലം മാത്രമേ പോയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കൂടുതൽ ലെയർ ഇട്ട് ചെയ്ത് കൊടുക്കാണ്ട് എന്നിട്ട് ഇത് ടച്ച് ചെയ്യാൻ പാടില്ലെന്നുള്ള നിർദ്ദേശത്തോടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വന്നിട്ട് അവിടെ എല്ലാം കണ്ടിരിക്കുന്നത് വന്നിട്ട് കംപ്ലീറ്റ് കോപ്പർ ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ബാക്കിയുള്ള പോർഷനിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പരിധിയുണ്ട്. കറക്റ്റ്, ആസ് യു സെഡ്, യു ആർ റൈറ്റ്. ഒരു പരിധിക്ക് അപ്പുറം ഈ ഗോൾഡ് ലോസ് വരാൻ സാധ്യതയില്ല. അതിൽ എത്രമാത്രം കുറവ്? ഒരു 19-20 വർഷമാണ് അത് തൊട്ട് പോകാനായിട്ട് ഒരു 500 to 600 grams വരെയും പോകാൻ സാധ്യതയുണ്ട് ഓരോ പീസിലും. ദാറ്റ് മീൻസ് അറൗണ്ട് 1 kilo പോകാൻ സാധ്യതയുണ്ട് മാക്സിമം. അപ്പോഴും 4 കിലോ എവിടെ എന്നുള്ള ചോദ്യം ഒന്നുമില്ലായിരുന്നല്ലോ. അതെ, എന്നുകൊണ്ടാണ് അവർ പറയുന്നു. അപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? ഒരു തേർഡ് അതായത് ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുമ്പോഴേക്കും ആ കസ്റ്റോഡിയൻ അത് പറയാൻ ബാധ്യസ്ഥനാണ്. ഇത് പൊതുമുതലാണ്. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി പറയല്ല, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വർക്ക് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നാൾ തെറ്റി ഇന്നാൾ ശരിയെന്ന് പറയാൻ നമ്മൾ ഓതറൈസ്ഡ് പേഴ്സണല്ല. കാരണം ആ ബോർഡിൻ്റെ ചിലപ്പോൾ ഗൈഡ് ലൈൻസ്, കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇന്ന ഉത്തരവ് പ്രകാരം ഇന്ന ഉത്തരവ്, അതൊന്നും നമുക്കറിയില്ല ആക്ച്വലി. അത് അവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ്. കൊടുത്തു വരുന്ന പ്രക്രിയകൾ എങ്ങനെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എനിക്ക് പറയാൻ പറ്റും, 2 മാസം മുമ്പ് ഞാൻ ചെയ്തതാണ്. അവിടെ അവർ ചെയ്തത് വന്നിട്ട് എത്ര വർക്കേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, അവരെപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, എത്ര ഗോൾഡാണ് ഇന്ന് യൂസ് ചെയ്തത്, അത് തൂക്കി നോക്കിയോ, അതിൻ്റെ റെക്കോർഡ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെ കൊണ്ട് അവിടെ ഒപ്പിടിക്കും. സോ അങ്ങനത്തെ ഒരു റെക്കോർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതേപോലത്തെ ഒരു പ്രക്രിയ ഞാൻ ചോദിക്കട്ടെ, ഇത് താങ്കൾ ആധികാരികമായിട്ട് തന്നെ പറയുന്നതാണല്ലോ ഇല്ലേ? ഇപ്പോൾ ഓരോ ദ്വാരപാലക സ്വർണ്ണപ്പാളിയിലും 2.5 കിലോ വെച്ച് 2ലും കൂടെ 5 ഉണ്ട്. കാരണം അത് വളരെ ശ്രദ്ധയോടെ ലോകം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ആരും അതെ, അത് കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന അനുഭവം പറഞ്ഞു തരാം. ആ സ്ക്വയർ ഫുട്ടിൻ്റെ ബേസിസിൽ പ്രാക്ടിക്കലായിട്ട് ആ പറഞ്ഞ കോൺട്രാക്ടർ എനിക്ക് അയച്ചു നോക്കിയിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ പറയാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ റൈറ്റ്സും ഇല്ല. അവിടെ ഓൾറെഡി ഫിറ്റ് ചെയ്തിരിക്കണതിൽ ഒരാൾ ഇൻസ്പെക്ട് ചെയ്യാൻ പറയുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റുന്ന മെത്തേഡ് എന്താണ്? എത്ര ലെയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്ത ആളോട് ചോദിക്കാം. അതേപോലെ എത്ര ലെയർ ഇട്ടിട്ടുണ്ട് ചോദിക്കാം, എത്ര സ്ക്വയർ ഫുട്ട് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മെഷർമെൻറ്റിൻ്റെ ബേസിസിലും അവർ പറഞ്ഞ ലെയറിൻ്റെ അടിസ്ഥാനത്തിലും
ഒരു ഏകദേശം നിഗമനം നമുക്ക് 100% കണ്ടെത്താൻ പറ്റും. ഒരു 5 കിലോസ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്, രണ്ടും കൂടി ചേർന്നിട്ട്, ഇൻക്ലൂഡിങ് പീഡമെല്ലാം. അപ്പോൾ അതിൻ്റെ ഈ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് അയക്കാനുള്ള റിപ്പോർട്ടിൽ ഞാൻ അതിൻ്റെ എവിഡൻസ് ആയിട്ട് മേൽക്കൂരയുടെ വന്നിട്ട് ഒരു ഫോട്ടോയും ഇതിൻ്റെ എല്ലാം മുമ്പിൽ നിന്നിട്ട് എടുത്ത ഫോട്ടോയും ഞാനത് അറ്റാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ട്. മനസ്സിലായി ഇതിന് മുമ്പിൽ. അപ്പോൾ ആ കാലമായിട്ട് ഞാൻ എടുത്ത ഫോട്ടോ ഡെഫിനറ്റായിട്ട് 99-ലാണ്. അന്നത്തെ പുറപ്പെടാശാന്തി നാരായണ നമ്പൂരി ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആ റെക്കോർഡ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കുമ്പോഴേക്കും ആ വാതില ഉൾപ്പെടെ സ്വർണ്ണമായിട്ടാണ് കാണുന്നത്. നിലപ്പടി, 2 ദ്വാരപാലകര്, ക്ലാരിറ്റി കൂടിയാണ്. ഈ ദ്വാരപാലക ശില്പങ്ങളും ഈ രണ്ടിനും ഓരോ പീഠങ്ങളും ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഇവയെല്ലാം കൂടെ കൂടിയാണോ താങ്കൾ പറയുന്ന ഈ 5? അതോ അങ്ങനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഇതെല്ലാം കൂടെ കൂടി ആകെയുള്ള ഭാരം 2019 ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ഭാരം എന്ന് പറയുന്നത് 42 പോയിന്റ് സംതിങ് ആണ്. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 പോയിന്റ് സംതിങ് ആയി കുറഞ്ഞു. അതായത് 4.541 കുറവ്, അതായത് 4.5 കിലോയുടെ കുറവുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്ന ഈ കണക്കും ശരിയായി വരികയാണ്. 4.5 കിലോയുടെ കുറവെന്ന് പറയുമ്പോൾ ഈ സ്വർണത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവാകാമല്ലോ അവിടെ, അല്ലേ? അല്ലേ? ആവാം, ഡെഫിനറ്റായിട്ട് ആവാം, ആ സാധ്യതയുണ്ട്. കാരണം ഒരേ സ്ട്രക്ചർ അതേപോലെ തന്നെ വെക്കുമ്പോഴേക്കും അതേ തൂക്കം തന്നെ വരണം. കോപ്പറിൻ്റെ ഡെൻസിറ്റിയിൽ വേരിയേഷൻസ് വരാനായിട്ട് സാധ്യതയില്ല അവിടെ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കോപ്പർ കുറഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ആ വെയിറ്റ് കുറഞ്ഞു എന്നുള്ള ചോദ്യം, ഐദർ പുതിയ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ കോപ്പറിൽ വരാവുന്ന വേരിയേഷൻ ഓഫ് വെയിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ ലോസ് എവിടെ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത് അവർ പറയുന്നത് പോലെ, ക്ലെയിം ചെയ്യുന്നത് പോലെ രണ്ടാമത് 2 ദ്വാരപാലകർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലല്ല രണ്ടാമത് വേറെ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് ആ കോപ്പർ വെയിറ്റ്, ആ കോപ്പറിന്റെ ആകെ വെയിറ്റുള്ള 2 ആഭരണം ഉണ്ടാക്കുന്നു. പിന്നെ അതിൽ ഈ പറയുന്ന പോലെ അന്ന് 397 ഗ്രാം സ്വർണ്ണമായിരുന്നു പൂശിയത്. അപ്പോൾ ശരിയാണ് താങ്കൾ പറയുന്ന പോലെ ആകെ കോപ്പറിന്റെ വെയിറ്റ് പ്ലസ് ഈ സ്വർണത്തിന്റെ വെയിറ്റ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ അതിൽ ഈ കുറവ് വരും, ഈ 4.5 കിലോയുടെ ഏകദേശം കുറവ് വരും. 38 പോയിന്റ് സംതിങ്ങേ ഉണ്ടാവുകയുള്ളൂ. അതാണ് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് 42 പോയിന്റ് സംതിങ് കിലോയിൽ നിന്ന് 38 പോയിന്റ് സംതിങ് ആയിട്ട് കുറയുന്നത്, 4.5 കിലോയുടെ വ്യത്യാസമെന്ന്. താങ്കൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ അത് ശരിയാണ്. താങ്കൾ ഒന്നുകൂടെ ക്ലാരിറ്റി, എന്താണ് കൂടുതൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്, എന്താണ് ആയിരിക്കണം? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ക്ലാരിറ്റി വരുത്തേണ്ടത് രണ്ടാമത് ചെയ്തത് പുതിയ ദ്വാരപാലകരെ കോപ്പറിൽ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അതിൻ്റെ മുകളിൽ പൂശിയേക്കണ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ പഴയത് എവിടെ പോയി മാത്രം പൂശുന്നു. അന്ന് 400 ഗ്രാം എന്ന് കൂട്ടാലോ. അപ്പോൾ രണ്ടാമത് ചെയ്ത സാധനം പൂശിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പീസ് എവിടെയെന്നുള്ളത് അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന 98 വിജയ് മല്യ പൂശിയ ആ സ്വർണ്ണ പാളി പണിത ആ സ്വർണത്തിന്റെ പാളി നിർമ്മിച്ചു കൊടുത്ത അതേ ദ്വാരപാലക ശില്പപാളിയാണെന്ന് കരുതുക. അതിൽ നിന്ന് അന്നത്തെ ആ സ്വർണം അത് മാറ്റുവാനുള്ള മാർഗം കൂടി ഉണ്ടല്ലോ, അത് എളുപ്പമാണോ? അതായത് അത് തന്നെയാണ് പൂശിയേക്കണെന്ന് സ്വർണം മാറ്റിയിട്ട് ഈ പറയുന്ന 400 ഗ്രാം പൂശുന്നു. മനസ്സിലായില്ലേ? അത് വെയിറ്റ് ലോസ് വരണം. അങ്ങനെ 400 ഗ്രാം കംപ്ലീറ്റ് സ്ട്രക്ചർ പൂശിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നിലനിൽക്കുമോ എന്നുള്ളത് നോക്കണം. 5 വർഷത്തിൽ പോയി അവർ 40 വർഷം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അതെ, 40 വർഷത്തിന്റെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഇപ്പോൾ അന്നത്തെ പഴയതിൽ ഉള്ള സ്വർണം അത് ഈ രാസപ്രക്രിയ വഴി മാറ്റിയിട്ട് പുതിയതായിട്ട് പൂശുന്നതാണോ, അതോ പുതിയൊരു പാളി ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സ്വർണം പൂശുന്നതാണോ, എന്നിട്ട് ആ ഒറിജിനൽ പാളി മാറ്റുന്നതാണോ? അല്ല, നമുക്ക് പഴയതിൽ തന്നെ അമാൽഗമേഷൻ പ്രോസസ്സാണ് 100% ചെയ്യാൻ പറ്റും. ഇലക്ട്രോപ്ലേറ്റിങ്ങിലും ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ഈ പറയുന്നത് പോലെ അതിൻ്റെ ഡിപ്പിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് അവരുടെ പ്രെമിസസിൽ ചെയ്യേണ്ട സാധനമാണിത്. അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു അറ്റകുറ്റ പണി ഉണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് കൊണ്ടുപോയി? നിങ്ങളെല്ലാം അവിടെ തന്നെയാണ് ചെയ്തത്, സന്നിധാനത്ത് തന്നെയായിരുന്നു കംപ്ലീറ്റ് സാധനം എല്ലാം കംപ്ലീറ്റ് അമാൽഗമേഷൻ പ്രോസസ്സ് അവിടെ ചെയ്തത്. പിന്നെ അത് 1999
ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2019. അപ്പോൾ എത്രയോ അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നിട്ടുണ്ട് ഈ പ്രോസസ്സിൽ തന്നെ. മനസ്സിലായില്ല? അതായത് ഈ അമാൽഗമേഷൻ പ്രോസസ്സിൽ തന്നെ എത്ര എളുപ്പം മാറ്റിയെടുക്കാം, മെക്കനൈസ് ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അന്ന് കംപ്ലീറ്റ് ഹാൻഡ് ബീറ്റനായിരുന്നു. 99 ചെയ്തിരുന്ന ഓരോന്നും ഹാമറിംഗ് ആണ്, കൈവച്ച് ചെയ്യുന്നതാണ്. ഇപ്പം അതിൻ്റെ പേര് മെഷീൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഇങ്ങനെ അടിച്ചോളും, മനുഷ്യനെ അടിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്ലേറ്റിംഗ് പ്രോസസ്സിൽ വന്നിട്ട് ടബിലിട്ട് ചെയ്യാം. അപ്പോൾ ഒരു പ്രസൻസിൽ ചെയ്യാൻ പറ്റും. ആ വലിയ ടബുകൾ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും താങ്കൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ഈ പറയുന്ന 625 പവനിൽ നിന്ന് ആണ് ഈ വ്യത്യാസം വന്നത്. അതായത് 575 പവൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെ പരമാവധി 50 പവൻ മാത്രമേ ഉള്ളല്ലോ ഈ സ്വർണം പൂശി വന്നപ്പോഴേക്കും, അല്ലേ? അതല്ല, അതിന് വ്യക്തമാക്കുന്നു വന്നിട്ട് ഞാൻ പറയുന്നത് മുഴുവനും ഈ പറഞ്ഞ് കേൾക്കുന്നതിൻ്റെ ബേസിസിലുള്ള തീരുമാനങ്ങളാണ്. മനസ്സിലായില്ല? ഇപ്പോൾ പറയുന്നു കൊണ്ടുവരുന്നു, അപ്പോൾ കുറവ് കാണണം എന്നുള്ള രീതിയാണ് പറയണത്. അവിടെ എന്ത് ആക്ച്വലായിട്ട് നടന്നു എന്നുള്ളത് ഡെഫിനറ്റായിട്ട് നേരിട്ട് കണ്ടറിയേണ്ടതാണ്. നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കില്ല. ഇപ്പോൾ ഒരു ഓഫീസറാണെങ്കിൽ പക്ഷേ ഒറ്റ കാര്യമുണ്ട്, ഇതിൽ താങ്കൾക്ക് ഉറപ്പ് പറയാൻ പറ്റും 99 സ്വർണം ആവരണം ചെയ്ത സമയത്ത് ഇത്രയും സ്വർണം കയറിയിട്ടുണ്ട്, ഈ 5 കിലോയ്ക്ക് അടുത്തുണ്ട്, അല്ലേ? അതെ, അത്രയും ഡെഫിനറ്റായിട്ട് അവരുടെ റെക്കോർഡ് അനുസരിച്ചിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ആ കോൺട്രാക്ടേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ടും പ്ലസ് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പേഴ്സണൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും സ്ക്വയർ ഫുട്ട് ഏരിയയ്ക്ക് അത്രയും ലേയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഗോൾഡ് അതിൻ്റെ അകത്ത് കണ്ടിരിക്കണം എന്നുള്ളത് ഷുവറാണ്. ഇത് തിയറിറ്റിക്കലും പ്രാക്ടിക്കലും എനിത്തിങ് വി ക്യാൻ പ്രൂവ് ഇറ്റ്. അത് നമുക്ക് ഒരു സ്ക്വയർ ഫുട്ട് പീസ് എടുത്തിട്ട് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ അതിൻ്റെ ഗോൾഡ് തന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ അമാൽഗമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് തൂക്കി നോക്കാൻ പറയും. ഇപ്പോൾ പത്മനാഭസ്വാമി ചെയ്തേക്കണം അങ്ങനെയാണ്. നമ്മൾ 640 ഗ്രാംസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവർ കോപ്പർ നമുക്ക് തന്നു, അത് അവർ വെയിറ്റ് ചെയ്തു, തൂക്കെടുത്തു. അതിനു മുമ്പ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എംടി ബുക്ക് തരും. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ബുക്കിലും 35 ഗ്രാം വെച്ച് കയറും. ദാറ്റ് മീൻസ് ഒരു 160 ഒരു പീസസ് അതിൻ്റെ അകത്ത് കയറും. അപ്പോൾ അത് എംടി ഫില്ലാക്കിയതിന് ശേഷം അവർ ഒന്നും കൂടി തൂക്കും. അപ്പോൾ ആ 35 ഗ്രാം അതിൽ കയറിയിട്ടുണ്ടോ എന്ന് അവർ വെരിഫൈ ചെയ്യും. അപ്പോൾ അതിലെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് ഈ കലശം അവർ തൂക്കും. അപ്പോൾ സെപ്പറേറ്റ് കോപ്പർ മാത്രം എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കും. അതിനുശേഷം അവർ ചെയ്യുന്നത് അമാൽഗമേഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൂശിയതിന് ശേഷം സ്വർണ്ണമാക്കിയതിന് ശേഷം അവരൊന്നും കൂടി തൂക്കും. അപ്പോൾ കൊടുത്ത ഗോൾഡ് അതിൽ കയറിയിട്ടുണ്ടോ എന്ന് നോക്കും. ഇത്തരം പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, അതായത് ഇത് കെമിക്കൽ പ്രോസസ്സ് യൂസ് ചെയ്യുമ്പോൾ ചെമ്പ് ഡിപ്പ് ചെയ്യുമ്പോൾ ചെമ്പിൽ നിന്നും ഇത്ര ഗ്രാം ആ കെമിക്കൽ പ്രോസസ്സിൽ പോകാൻ സാധ്യതയുണ്ട്. 1. 2, അതേപോലെ തന്നെ മെർക്കുറി പൂശുന്നതുകൊണ്ട് ഇത്രയും ഗോൾഡ് അംശം അതിൽ പോകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പോൾ അന്ന് ഈ 99 ഇത് ചെയ്യുമ്പോൾ ഈ 42 പോയിന്റ് സംതിങ് ആണല്ലോ ടോട്ടൽ വെയിറ്റ് ആയിട്ട് വരേണ്ടത്. കാരണം 2019 കൊടുക്കാൻ നേരത്ത് തൂക്കിയപ്പോൾ അങ്ങനെയാണെന്നാണ് റെക്കോർഡിൽ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കോപ്പറിന്റെ വെയിറ്റ് ഇത്ര, സ്വർണത്തിന്റെ വെയിറ്റ് ഇത്ര, അങ്ങനെയുള്ള സെപ്പറേറ്റ് കണക്ക് ഉണ്ടാകുമോ? അങ്ങനെ ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് -5 സമം കോപ്പറിന്റെ വെയിറ്റ് അങ്ങനെ വരേണ്ടതാണല്ലോ. അങ്ങനെ ഒരു കൃത്യമായിട്ട് വേർതിരിച്ചുള്ള ഒരു കണക്ക് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോൾ കമ്പനി സൂക്ഷിച്ചിട്ടുണ്ട്? ഇല്ല, കമ്പനി സൂക്ഷിച്ചിട്ട് കമ്പനിയോട് ചോദിക്കണം. അവരന്ന് സൂക്ഷിച്ചിട്ട് അവരെ ഹാൻഡ് ഓവർ ചെയ്തതായിട്ടാണ് എന്നോട് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അതായത് അന്നത്തെ മിസ്റ്റർ ദേവദാസോ അതിന് ആരോ ഒരു പുള്ളിയാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന്, അങ്ങോട്ടായിരുന്നു അതിന് ചാർജ് ശബരിമലയിൽ ആ സമയത്ത്. അപ്പോൾ കമ്പനി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, ഈ കോൺട്രാക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്സസ് എന്ന് പറയുന്നത് കോൺട്രാക്ടറാണ്, കമ്പനി നിയമിച്ചേക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? അവർ ഇതേ പ്രോസസ്സാണ് പറഞ്ഞത്. ഞങ്ങൾ ഗോൾഡ് ഷീറ്റ് ഇതിൻ്റെ അകത്ത് വെച്ചു, വേ ചെയ്തു, തിരിച്ച് ഞങ്ങൾ തന്നു, പൂശി, അതിനുശേഷം ഓരോ പീസായിട്ട് അവരെടുത്തു. എന്നിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, കോപ്പറിൻ്റെ റൂഫിന് ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്, കലശത്തിന് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആ ഓഫീസർ എഴുതി പോയതായിട്ട് പറഞ്ഞിട്ടുണ്ട് മരാമത്തിലെ. അപ്പോൾ ഇതിൻ്റെ ആ റെക്കോർഡ് അവിടെ കാണണമല്ലോ, ഡെഫിനറ്റായിട്ടും. ആ റെക്കോർഡ് പരിശോധിച്ചാൽ തന്നെ കാണാം
അപ്പുറത്തും ഇപ്പുറത്തും കുറച്ചൊരു വ്യത്യാസം വരാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ശരി, നന്ദി മൊത്തം ശ്രീ വ്യത്യാസം സെന്തിൽനാഥ്. വരാൻ ഇത്രയും യാതൊരു കാര്യങ്ങൾ സാധ്യതയുമില്ല. വിശദീകരിച്ചത് ഇത് വലിയൊരു അറിവ് കൂടിയാണ്. ഇത് ലോകം ഇത് കേൾക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ബാക്കി കാര്യങ്ങൾ പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അതായത് 5 കിലോ സ്വർണം അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനടുത്ത് സ്വർണ്ണമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് 98, 99 ആ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ സ്വർണം പൂശിയിരിക്കുന്നത് ആകെ 407 ഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം 625 പവനിൽ നിന്നാണ് 575 പവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2019 പൂശിയപ്പോൾ വെറും 397 ഗ്രാമും പിന്നെ കഴിഞ്ഞ മാസം ഒരു 10 ഗ്രാം കൂടി അധികം, അങ്ങനെ 407 ഗ്രാം മാത്രം. എന്തൊരു വിചിത്രമായ കാര്യങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ സംഭവിച്ചിരിക്കുന്നത്. നന്ദി ശ്രീ സെന്തിൽനാഥൻ, നന്ദി.